ചേട്ടായി 2 ദിവസമായിട്ടുള്ള കാലുവേദനയാണ്. അതങ്ങ് മാറുന്നില്ലെന്നേ. ഡോക്ടറെ ഒന്ന് പോയി കണ്ടാലോ? എടി തൽക്കാലം നീ ആ കോടാത്തലും വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ ആ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കാണിക്കാൻ പോവാം. രാവിലെ അവളെ സ്കൂളിൽ വിടാൻ വേണ്ടി പോയപ്പോഴേ ആ ഫ്രണ്ടിൽ നിന്നൊരു ചെറിയൊരു സൗണ്ടോ? അതിനുവേണ്ടിയാണ് നിങ്ങളിപ്പോൾ വർക്ക്ഷോപ്പിൽ പോകുന്നത്? എൻ്റെ ഈ കാൽ 2 ദിവസമായിട്ട് ഇവിടെ അനക്കാൻ പറ്റുന്നില്ല. എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല. നിങ്ങൾക്ക് ഞാനാണോ വലുത്, നിങ്ങളുടെ ഈ വണ്ടിയാണോ വലുത്? ഞാനിപ്പോൾ വരാന്നേ. നീ എന്തിനാ വേണ്ടാത്ത ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്നേ? വേണ്ടാത്ത ക്വസ്റ്റ്യനോ? എനിക്ക് പറയണം, ഈ വണ്ടിയാണോ വലുത്, ഞാനാണോ വലുത് നിങ്ങൾക്ക്? എടി അതിപ്പോൾ എങ്ങനെയാണ് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നേ? ഇപ്പം ഞാനും വണ്ടിയായിട്ട് ഒരു ലോങ് ഡ്രൈവ് പോയി. ഞങ്ങൾ കോപ്പിയൊക്കെ കുടിച്ച് പഴയ പാട്ടൊക്കെ വെച്ച് റേഡിയോയിൽ പഴയ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകും. ഈ ഡ്രൈവ് ഒരിക്കലും തീരരുതേ എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പോകുന്നത്. അപ്പം മറിച്ച് ഞാനും നീയും വണ്ടിയായിട്ട് ലോങ് ഡ്രൈവ് പോകുമെന്ന് വിചാരിച്ചു. കുറച്ചങ്ങ് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഈ ലോങ് ഡ്രൈവ് എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതി എന്ന് ഞാൻ വിചാരിക്കത്തുള്ളൂ. വണ്ടിയും അതേ വിചാരിക്കത്തുള്ളൂ. നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിക്കത്തുള്ളൂ, അതെനിക്കറിയാം. നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്നെ കൊണ്ടുപോകാൻ ഇഷ്ടമുണ്ടോ? പക്ഷേ ഈ വണ്ടി എങ്ങനെയാണ് വിചാരിക്കുന്നത്, അത് പറഞ്ഞേ. ഇപ്പം ഞാനും വണ്ടിയെ ലോങ് ഡ്രൈവ് പോകുന്നുണ്ടല്ലോ, FM പാട്ടൊക്കെ കേട്ട് സിഗ്നലൊന്നും പോകാതെ അടിപൊളിയായിട്ട് പോകും. ഇപ്പം നീ ആയിട്ട് പോകുന്നുണ്ടെങ്കിലുണ്ടല്ലോ, കുറച്ച് വണ്ടിക്ക് ഡിസ്റ്റർബ് ആവും. FM സിഗ്നലൊക്കെ കട്ട് ചെയ്ത് FM അന്ന് കിറന്ന് പറഞ്ഞ സൗണ്ട് കേൾക്കും. അതാണ് വണ്ടിക്ക് നിന്നെ ഇഷ്ടപ്പെടാത്തതിനുള്ള കാരണം. ഇപ്പോൾ നീ വിചാരിക്കും ഞാൻ ചുമ്മാ തമാശ പറഞ്ഞായിരിക്കുന്നു. നിൻ്റെ കൂട്ടുകാരികൾക്ക് വിളിച്ച് നോക്കുക, അവരിങ്ങനെ ഭർത്താക്കന്മാരായിട്ട് ലോങ് ഡ്രൈവ് പോകുമ്പോൾ FM ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? വണ്ടിക്ക് എന്നെ ഇഷ്ടപ്പെടാതെയൊക്കെ വരുമോ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? വണ്ടിയുടെ കാറ്റയച്ചു വിട്ടാലോ?